കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് ഒരു മരണവാർത്ത എത്തുകയുണ്ടായി. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു മരണവാർത്ത. കാരണം 2008 ജൂലൈയിൽ ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട 64 വയസ്സുള്ള അബ്ദുൽ ഖാദർ എന്ന കൊടക് സ്വദേശി ആണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ സാക്ഷി എന്നുള്ള രീതിയിലാണ് ഈ അബ്ദുൽ ഖാദർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതും അതിലെ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള തടിയൻ്റെ അവിടെ നസീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇഞ്ചിത്തോട്ടം നടത്താൻ വേണ്ടിയിട്ട് ഭൂമി പാട്ടത്തിനെടുത്ത് കൊടുത്തു എന്നുള്ളതാണ് ആ ഒരു ബന്ധം, ആ കേസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം. അങ്ങനെയാണ് സാക്ഷി ആയിട്ട് ഈ കേസിൽ വരുന്നത്. പിന്നീട് അദ്ദേഹത്തെ 29ാം പ്രതിയായിട്ട് ഈ കേസിനകത്ത് ഉൾപ്പെടുത്തുകയായിരുന്നു. 33ഓളം പ്രതികൾ ഉണ്ടായിരുന്നു ഈ കേസിൽ. മലയാളികൾക്കൊക്കെ വളരെ പരിചിതമായിട്ടൊരു കേസാണിത്. കാരണം അബ്ദുൽ നാസർ മദനി, പരപ്പനങ്ങാടിയുള്ള സക്കറിയ ഒക്കെ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരാണ്. അത് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ട് ഏതാണ്ട് ഇത് 17 വർഷം കഴിഞ്ഞു. 18ാമത്തെ വർഷത്തിലേക്ക് എത്തുകയാണ് അബ്ദുൽ ഖാദർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അദ്ദേഹത്തിന് നിരവധി അസുഖങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രമേഹം, കടുത്ത പ്രമേഹ രോഗിയായിരുന്നു അദ്ദേഹം. അപ്പം അതിന് വേണ്ട രീതിയിൽ ചികിത്സയൊന്നും കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇടത് കാല് മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം വീൽ ചെയറിലാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കഴിഞ്ഞുകൂടുന്നത്. വേണ്ട രീതിയിലുള്ള ചികിത്സ കൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ട് തന്നെ കുറേയായി. ഈ ജൂൺ 22 മുമ്പായിട്ട് എന്തായാലും അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ നൽകണം എന്നുള്ള ജയിൽ അധികൃതർക്കുള്ള കോടതി ഉത്തരവ് വന്നിട്ട് അത് കൈപ്പറ്റിയിട്ട് കുറേ ദിവസമായി. പക്ഷെ ഇതുവരെയും അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കിയില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, കോടതിയിൽ അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന കുറ്റം തെളിയിക്കപ്പെട്ടാൽ വെറും 3 വർഷമാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ. ഇങ്ങനെയുള്ള ഒരാളെയാണ് ഏതാണ്ട് 6 ഇരട്ടിയോളം 17 വർഷത്തോളം ജയിലിനകത്ത് തളച്ചിടുകയും വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് ചികിത്സ നൽകാതിരിക്കുകയും ചെയ്ത് അദ്ദേഹത്തിനെ ശരിക്കും പറഞ്ഞാൽ കൊന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുന്ന നിരവധി പേരുകളുണ്ട്. ഇപ്പൊ സ്റ്റാൻ സ്വാമി പോലെയുള്ള മനുഷ്യരുടെ പേരുകൾ, സായിബാബയൊക്കെ. അദ്ദേഹം പുറത്ത് വന്ന് വളരെ കുറച്ചു കാലമാണ് അവരൊക്കെ പിന്നീട് ജീവിക്കുന്നത്. സ്റ്റാൻ സ്വാമിയെ പോലുള്ളവർക്ക് ചികിത്സ കൊടുക്കാതെ ജയിലിനകത്തിട്ട് കൊന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴും നിരവധി തടവുകാർ ഇതുപോലെയൊക്കെ ജയിലിനകത്ത് കിടക്കുന്നുണ്ട്. കടുത്ത അനാരോഗ്യത്തോട് പൊരുതി വേണ്ട രീതിയിൽ മരുന്നോ ചികിത്സയോ ശ്രദ്ധയോ ഒന്നും കിട്ടാതെ അവരൊക്കെ ജയിലിനകത്ത് കിടന്ന് ദുരിതം പേറുകയാണ്. ഈ സന്ദർഭത്തിൽ പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഈ രീതിയിലുള്ള അങ്ങേയറ്റത്തെ കടുത്ത മനുഷ്യാവകാശ ലംഘനം അത് നടത്തി ഒരു മനുഷ്യനെ നിയമവ്യവസ്ഥ തന്നെ കൊല ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ കാണേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോടതികൾ പോലും നിലനിർത്തിക്കൊണ്ടു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമ സംവിധാനം നിലനിർത്തിക്കൊണ്ടു പോകുന്ന വംശീയതയുടെ ഇരകളാക്കപ്പെട്ടാണ് ഇവരൊക്കെ വധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് കടുത്ത പ്രതിഷേധം ഉയരുന്ന ഒരു വിഷയമാണ്. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഒരു വാർത്ത പുറത്തു വന്നിട്ട് 2-3 ദിവസമായില്ല, ഇന്നേക്ക് 3ാമത്തെ ദിവസമായി അദ്ദേഹം മരണപ്പെട്ടിട്ട്. പക്ഷെ ഇതുവരെ മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയെ ആയിട്ടില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രം ഈ വിഷയവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരുപാട്, ഈ കേസുമായിട്ട് ബന്ധപ്പെടുന്ന നിരവധി പേരുടെ ഭാഗത്തു നിന്നാണ് ഇതൊരു പുറത്തു വന്നിട്ടുള്ളത്. ആ വാർത്ത തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവയ്ക്കുകയും അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ്. ഇത്തരം കേസുമായി നിരന്തരം ബന്ധപ്പെടുന്നവരുടെ മാത്രം ശ്രദ്ധയാണ് ഈ ഒരു വിഷയത്തിന് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ഇത്തരം കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇത് ഭരണകൂട കൊലയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. ഒരു കുറ്റവാളി ആണെങ്കിൽ പോലും അവർക്ക് ഇന്ത്യൻ നിയമ സംവിധാനം അനുവദിച്ചിട്ടുള്ള ജാമ്യത്തിനുള്ള, അതുപോലെ ചികിത്സയ്ക്കുള്ള, അതുപോലെ പരോളിൽ വരാനുള്ള ഒക്കെയുള്ള ധാരാളം സാധ്യതകളുണ്ട്. നിയമ സംവിധാനം അങ്ങനെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു വിഭാഗത്തിൽ, ഒരു പ്രത്യേക സമുദായത്തിൽ പെടുന്നവർക്ക്, അതിപ്പോൾ ദലിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കിട്ടില്ല, അതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് കിട്ടില്ല, അതുപോലെ മാവോയിസ്റ്റ് എന്നൊക്കെ ആ രീതിയിൽ മുദ്രകുത്തപ്പെട്ടവർക്ക് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വിവിധ വളരെ പാർഷ്യാലിറ്റി ഇന്ത്യൻ നിയമ സംവിധാനം ഇത്തരം തടവുകാരോട് പുലർത്തുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ ശരിക്കും പറഞ്ഞാൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഇന്ത്യയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നിലവിലെ സംഘപരിവാര ഭരണകൂടത്തിന് അനുകൂലമായിട്ട് കോടതികൾ മാറുന്നു, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ മാറുന്നു എന്നുള്ളതാണ്, ജയിലുകൾ മാറുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. തീർച്ചയായും അബ്ദുൽ ഖാദറിന്റെ മരണം എങ്കിലും
ഈ രീതിയിലുള്ള പ്രതിരോധത്തിന് അല്ലെ പ്രതിഷേധത്തിന് ഒരു വഴിയൊരുക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്.